നമസ്കാരം. മൊഡ്യൂൾ 6ന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസിന്റെ തന്നെ ചില പ്രത്യേക ഇൻസ്റ്റൻസസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ തന്നെ ചില പ്രത്യേക വകഭേദങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സെക്ഷൻ 304 മുതൽ 307 വരെയുള്ള സെക്ഷൻസ് ആണ്, അണ്ടർ BNS ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒഫൻസ് ഓഫ് തെഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ തെഫ്റ്റിന്റെ തന്നെ ചില പ്രത്യേകതരം വകഭേദങ്ങളാണ്, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ചില പർട്ടിക്കുലർ ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോ എന്താണ് തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസ്? ഭാരതീയ ന്യായ സംഹിതയുടെ 303 വകുപ്പില് സബ് ക്ലോസ് 1 തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പൊസഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന, ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവിനെ, അതായത് മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെ അയാളുടെ അനുവാദം കൂടാതെ അത് കൈവശപ്പെടുത്തണം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകണം എന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടി, സത്യസന്ധമല്ലാത്ത ഒരു ദുരുദ്ദേശത്തോടു കൂടി അതിനെ ചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അനക്കുന്ന, അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകുന്ന ആ പർട്ടിക്കുലർ ആക്ടിനെയാണ് നമ്മൾ തെഫ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോഷണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണ്? അവിടെ ഒരു ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. പിന്നെന്താണ്? മറ്റൊരാളുടെ പൊസഷനിൽ നിന്നും, അല്ലെങ്കിൽ കൈവശത്ത് നിന്നുമായിരിക്കണം ഈ വസ്തുവിനെ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അനക്കിയിരിക്കുന്നത്. അല്ലാതെ അയാളുടെ ഓണർഷിപ്പിൽ നിന്നായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പിന്നെന്താണ്? ഇങ്ങനെ എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് എടുത്തുകൊണ്ട് പോയി എന്നേക്കുമായിട്ട് അതിനെ മറ്റൊരാളുടെ അധീനതയിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയണമെന്ന നിർബന്ധമൊന്നുമില്ല. മറിച്ച് ആ ഉദ്ദേശത്തോടു കൂടി അതിനെ ഒന്ന് ചലിപ്പിച്ചാൽ പോലും അത് തെഫ്റ്റ് ആകും എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പ്രധാനമായിട്ടും ആ പർട്ടിക്കുലർ വ്യക്തിയുടെ, ആരുടെ പക്കൽ നിന്നാണോ ഇത് എടുക്കുന്നത്, അയാളുടെ സമ്മതമില്ലാതെ ആയിരിക്കണം, എക്സ്പ്രസോ ഇംപ്ലൈഡോ ആയിട്ടുള്ള കൺസെന്റ് ഇല്ലാതെ ആയിരിക്കണം ഇപ്രകാരം ആ വസ്തുവിനെ ചലിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒഫൻസ് ഓഫ് തെഫ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാമെന്ന് നമ്മൾ സെക്ഷൻ 303 ക്ലോസ് 1 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിതയിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ ഇതിന്റെ പണിഷ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോ ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണെങ്കിൽ ഈ കളവ് ചെയ്യപ്പെട്ട മുതലിന്റെ വാല്യൂ അത് 5000 രൂപയിൽ താഴെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ മുതലോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുകയോ ആരുടെ പക്കൽ നിന്നാണോ ഇത് മോഷ്ടിക്കപ്പെട്ടത് അയാൾക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഈ പർട്ടിക്കുലർ കുറ്റാരോപിതനായ വ്യക്തിക്ക്, അല്ലെങ്കിൽ പ്രതിയായ വ്യക്തിക്ക് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ്, അതിപ്പോ ഭാരതീയ ന്യായ സംഹിതയിൽ ന്യൂലി ആഡഡ് പ്രൊവിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന പണിഷ്മെന്റ് മാത്രമേ കിട്ടൂ എന്ന് നമ്മൾ പഠിച്ചു. അത് ഈ 303 ക്ലോസ് 2 പ്രൊവൈസോ പോലെയാണ് നമ്മൾ പഠിച്ചത്. അതേ 303 ക്ലോസ് 2 തന്നെ അതിന്റെ മറ്റ് സാഹചര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ 5000 രൂപയ്ക്ക് മേളിലാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണെങ്കിൽ ഇംപ്രിസൺമെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആണ്, അതായത് 3 വർഷം വരെ നീളാവുന്ന, അല്ലെങ്കിൽ ഫൈൻ മാത്രം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച്. ഇനി സെക്കൻഡ് അല്ലെങ്കിൽ സബ്സിക്വന്റ് കൺവിക്ഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും ആ ഏതർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള മാറി റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. അതും ഫോർ എ ടേം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 ഇയർ എന്ന് എടുത്തു പറയുന്നുണ്ട്. 1 വർഷത്തിൽ താഴാത്ത, എന്നാൽ അപ് ടു 5 ഇയർ വരെ നീളാവുന്ന പണിഷ്മെന്റ് ആൻഡ് വിത്ത് ഫൈൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെന്തിനാണ് ഇപ്പൊ ഇവിടെ വീണ്ടും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തെഫ്റ്റിന്റെ തന്നെ എലമെന്റ്സ് വരുന്ന, ഈ പറയുന്ന കൺസെന്റിന്റെ കാര്യമാണെങ്കിലും പൊസഷന്റെ കാര്യമാണെങ്കിലും ഡിസോണസ്റ്റ് ഇന്റൻഷന്റെ കാര്യമാണെങ്കിലും, ഇതെല്ലാം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഇൻസ്റ്റൻസസ് തന്നെ, അല്ലെങ്കിൽ ആ തെഫ്റ്റിന്റെ തന്നെ ചില വകഭേദങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്.
സോ അതൊന്ന് ഓർത്തു വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻ 304 കടക്കാം, റിലേറ്റിംഗ് ടു സ്നാച്ചിങ്. സെക്ഷൻ 304 സ്നാച്ചിങ്. Theft is snatching if, in order to commit theft, the offender suddenly or quickly or forcibly seizes or secures or grabs or takes away from any person or from his possession any movable property. നമ്മൾ മലയാളത്തിൽ പറയാനാണെങ്കിൽ പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ തട്ടിപ്പറിക്കുക എന്ന് പറയുന്ന ഒഫൻസ് ആണ് ഈ പറയുന്ന സ്നാച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ന്യൂലി ആഡഡ് സെക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഇത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? തെഫ്റ്റ് ഈസ് സ്നാച്ചിങ്. അപ്പം മോഷണം സ്നാച്ചിങ് ആകുന്ന സാഹചര്യം എപ്പോഴാണ് എന്നാണ് 304 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഇത് ഇസ് ആൻ ഒഫൻസ് വിച്ച് is a variant of theft itself. അപ്പൊ theft is snatching if, in order to commit theft, അപ്പൊ ആ മോഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആരാണോ ഇവിടുത്തെ ഒഫൻഡർ, ഇവിടുത്തെ കുറ്റവാളി, എന്താണ് സഡൻലി ഓർ ക്വിക്ലി ഓർ ഫോഴ്സിബിളി, അതായത് പെട്ടെന്നോ അല്ലെങ്കിൽ വേഗത്തിലോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ സീസസ് ഓർ സെക്യൂർസ് ഓർ ഗ്രാബ്സ് or takes away from any person or from his possession. അതായത് ഒരാളുടെ ദേഹത്ത് നിന്നോ അല്ലെങ്കിൽ അയാളുടെ പൊസഷനിൽ നിന്നോ, അതായത് അയാളുടെ അധീനതയിൽ ഇരിക്കുന്ന അയാളുടെ കൈവശത്ത് നിന്നോ അല്ലെങ്കിൽ അയാളുടെ കൈവശമുള്ള സ്ഥലത്ത് നിന്നോ ഏതെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി കൈക്കലാക്കുന്നതിനെ, ഈ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, എടുക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ സ്നാച്ചിങ് എന്ന് പറയുന്നത്. അതായത് ആരും കാണാതെ വളരെ രഹസ്യമായി നടക്കുന്ന, അല്ലെങ്കിൽ മോഷണം സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ നടക്കുന്നത്, പ്രത്യേകിച്ച് അതിന് സാക്ഷികൾ വേണം എന്ന് നിർബന്ധമില്ല. രഹസ്യ സ്വഭാവമുള്ള ഒരു ഒഫൻസ് ആണ് മോഷണം എന്ന് പറയുന്നത് മിക്ക കേസുകളിലും. അപ്പൊ അങ്ങനെ ആരും കാണാതെ രഹസ്യമായിട്ട് മോഷ്ടിക്കുന്നത് പോലെയല്ല ഈ പറയുന്ന സ്നാച്ചിങ് നടക്കുന്നത്. പകരം ആ പർട്ടിക്കുലർ വിക്ടിം അല്ലെങ്കിൽ ആ ഇരയുടെ സാന്നിധ്യത്തിൽ തന്നെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ബലമായിട്ട് വസ്തുക്കൾ അപഹരിക്കുന്ന രീതിയാണ് നമ്മൾ ഈ തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക എന്ന് പറയുന്ന ഒഫൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോ എന്താ പറയണ്ട, നമ്മള് വാർത്ത കാണുമ്പോൾ നമ്മൾ സ്ഥിരം കാണാറുള്ള കാഴ്ചയാണ് എന്ത്, റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ സ്വർണ്ണമാല, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെയോ അല്ലെങ്കിൽ വയസ്സായവരുടെയൊക്കെ കഴുത്തിലുള്ള ആഭരണങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോ സ്ഥിരം കാഴ്ചയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് കൈയിട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ കൂടി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. ഇപ്പൊ നമ്മുടെ പഴയ IPC ഇങ്ങനെ സ്നാച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒഫൻസ് ഇല്ല. അപ്പൊ അതിനെ കൂടി നമ്മുടെ ശിക്ഷാ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 304 ഈ പറയുന്ന തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ആക്ടിനെ കൂടി ഒരു ഒഫൻസായി പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തത്. നേരത്തെ ഇത് തെഫ്റ്റിന്റെ കീഴിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് റോബറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫൻസിന്റെ കീഴിലായിരുന്നു ചാർജ് ചെയ്യപ്പെട്ടിരുന്നത് അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച്. പക്ഷെ നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് സ്നാച്ചിങ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്ട് ഒഫൻസ് ആയി തന്നെ ഇതിനെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ സെക്ഷന്റെ ഗുണം. അപ്പൊ എന്താണ് theft is snatching if, in order to commit theft, the offender suddenly or quickly or forcibly seizes or secures or grabs or takes away from any person or from his possession any movable property. അപ്പൊ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ തെഫ്റ്റ് സ്നാച്ചിങ് ആകുന്നത് എപ്പോഴാണ്? മറ്റൊരാളുടെ ദേഹത്ത് നിന്നോ അല്ലെങ്കിൽ അയാളുടെ കൈവശത്ത് നിന്നോ ഒരു വ്യക്തി അയാളുടെ അനുവാദം കൂടാതെ എന്തെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി പെട്ടെന്നോ അല്ലെങ്കിൽ വേഗത്തിലോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ പിടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ തട്ടിയെടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഒഫൻസ് ഓഫ് സ്നാച്ചിങ് നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി whoever commits snatching shall be punished with imprisonment of either description for a term which may extend to 3 years and shall also be liable to fine.
അപ്പൊ ഇതിന്റെ പണിഷ്മെന്റും 304 തന്നെ സബ് ക്ലോസ് 2 പറയുന്നുണ്ട്. അതെന്താണ്? സ്നാച്ചിങ് നടത്തുന്ന ഒരു വ്യക്തി അതിലെ പ്രതിയായി കഴിഞ്ഞു കഴിഞ്ഞാല് he shall be punished with imprisonment of either description, either rigorous or simple, for a term which may extend to 3 years, up to 3 years വരെയും, and shall also be liable to fine. അതിന്റെ ഒപ്പം തന്നെ ഫൈൻ. അപ്പോ up to 3 years and fine. അപ്പൊ ഈ ആൻഡ് ആണോ ഓർ ആണോ എന്നുള്ളത് എടുത്ത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോഴായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. സോ സ്നാച്ചിങ് ഒരു ഗ്രാവിറ്റി കൂടിയ ഓഫൻസ് ആയതുകൊണ്ട് തന്നെ ഇംപ്രിസൺമെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അവിടെ ജഡ്ജിക്ക് ഒരു വിവേചനാധികാരം ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ അപ് ടു 3 years വരുന്ന ഏത് തരം ശിക്ഷയും വിധിക്കാമെങ്കിലും ഒരു മിനിമം റിക്വയർഡ് പണിഷ്മെന്റ് ഒന്നും പറയുന്നില്ല, ടേം ഓഫ് ഇംപ്രിസൺമെന്റ് ഒന്നും പറയുന്നില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കൂടെയാണ് ഫൈനും പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഓർ ഫൈൻ എന്നല്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇംപ്രിസൺമെന്റ് ഹി ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ എന്നാണ് 304 ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത്. Section 304 of the Bharatiya Nyaya Sanhita has created a new offense of snatching that was not a part of the 1860 Indian Penal Code. It is a cognizable and non-bailable offense and is triable by any magistrate as per the first schedule of the BNS. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ഒരു കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് കോഗ്നിസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ പോലീസിന് പ്രതിയെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കേസ് അന്വേഷണം തുടങ്ങാനുമുള്ള അധികാരം ഉള്ള തരം ഒരു ഒഫൻസ് ആണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ബെയിലബിൾ ആണ്. ബെയിൽ ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട് ആൻഡ് ഇറ്റ് ഈസ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ്. അപ്പം ട്രയൽ നടത്തുന്നത് ഇറ്റ് ഈസ് എനി മജിസ്ട്രേറ്റ് ഈസ് കോമ്പീറ്റന്റ് ഫോർ കണ്ടക്ടിങ് സച്ച് ട്രയൽ റിലേറ്റിംഗ് ടു സ്നാച്ചിങ്. ഇത്രയും കാര്യങ്ങൾ സ്നാച്ചിങ് എന്ന് പറയുന്ന ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. പുതിയ ഒരു ന്യൂലി ഇൻക്ലൂഡഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഫ്രം ആൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം ഇറ്റ് ഈസ് എ കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആൻഡ് ഇറ്റ് ഈസ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ അത്രേ ഉള്ളൂ സ്നാച്ചിങ്. ഇനി അടുത്തത് സെക്ഷൻ 305, theft in a dwelling house or means of transportation or place of worship etc. നമ്മുടെ പഴയ IPC സെക്ഷൻ പ്രകാരം ശരിക്കും തെഫ്റ്റ് ഇൻ എ ഡ്വെല്ലിംഗ് ഹൗസ് എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ന്യൂലി ആഡഡ് ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്, നമുക്കത് നോക്കാം. സോ whoever commits theft in any building, tent or vessel used as a human dwelling or used for the custody of property or of any means of transport used for the transport of goods or passengers or of any article or goods from any means of transport used for the transport of goods or passengers or of the idol or icon in any place of worship or of any property of the government or of a local authority shall be punished with imprisonment of either description for a term which may extend to 7 years and shall also be liable to fine. അപ്പോൾ സെക്ഷൻ 305 പ്രകാരം പ്രധാനമായിട്ടും 5 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നടക്കുന്ന മോഷണങ്ങളെയാണ് വളരെ ഗൗരവമേറിയ കുറ്റകൃത്യമായി സെക്ഷൻ 305 ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് whoever commits theft in any building, tent or vessel used as a human dwelling or used for the custody of property. ഇപ്പൊ ഈ വെസൽ എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ നമ്മൾ പാത്രം അല്ലെങ്കിൽ അങ്ങനെ ധാന്യം ശേഖരിച്ചു വെക്കുന്ന ഒരു പ്രത്യേകതരം പാട്ട എന്നൊന്നും കരുതരുത്. ശരിക്കും വെസൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വാട്ടർ ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, കപ്പലോ അല്ലെങ്കിൽ ബാർജോ ബോട്ടോ ഒക്കെ പോലെയുള്ള ജലയാനങ്ങളെയാണ് ബേസിക് ആയിട്ട് ഈ വെസല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പഴയ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണും ഒരു കടത്തില് ഒരു കടത്തില് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ തോണിക്കാരൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഹൗസ് ബോട്ട് പോലെ തന്നെ
ഉള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടിന്റെ മാതൃകയിൽ തന്നെ ഉള്ള ഒരു പ്രത്യേക തരം ഒരു വള്ളത്തിലായിരിക്കും അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വെസലുകളെ കൂടി ആണ് ഈ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകതരം താമസ സെറ്റപ്പുകളെയാണ് ഈ വെസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ എനി ബിൽഡിംഗ്, ടെന്റ് ഓർ വെസൽ യൂസ്ഡ് ആസ് എ ഹ്യൂമൻ ഡ്വെല്ലിംഗ് ഓർ യൂസ്ഡ് ഫോർ ദ കസ്റ്റഡി ഓഫ് പ്രോപ്പർട്ടി. അതായത് ഒന്നാമതായിട്ട് മനുഷ്യര് താമസിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ടെന്റുകൾ, അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കപ്പല്, ബോട്ട്, ബാർജ് ഒക്കെ പോലെയുള്ള ജലയാനങ്ങൾ എന്നിവയ്ക്കുള്ളിലൊക്കെ കടന്നു കയറി നടത്തുന്ന മോഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആദ്യത്തെ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പഴയ IPCയിലും ഇങ്ങനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് എന്താണ്? ഓഫ് എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. അപ്പം ഇതിനു പുറമെ രണ്ടാമതായിട്ട് ചരക്കുകളോ അല്ലെങ്കിൽ യാത്രക്കാരെയോ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോഷ്ടിക്കുന്നതും സെക്ഷൻ 305 പെർവ്യൂവിൽ വരും. ഓഫ് എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. പിന്നെ മൂന്നാമതായിട്ട് ഓഫ് എനി ആർട്ടിക്കിൾ ഓർ ഗുഡ്സ് ഫ്രം എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. അതായത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ 305 ക്ലോസ് 1 ക്ലോസ് ബിയിലെ ഈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പർട്ടിക്കുലർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും പർട്ടിക്കുലർ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതും ഈ സെക്ഷന്റെ പരിധിയിൽ വരും. പിന്നെ നാലാമതായിട്ട് ഓഫ് എനി ഐഡൽ ഓർ ഐക്കൺ ഇൻ എനി പ്ലേസ് ഓഫ് വർഷിപ്പ്. അപ്പൊ നാലാമതായിട്ട് എന്താണ്, ഏതെങ്കിലും ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളിലോ ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളോ മറ്റ് പവിത്രമായ രൂപങ്ങളോ ഒക്കെ മോഷ്ടിക്കുന്നതും ഇതിന്റെ പെർവ്യൂവിൽ തന്നെ വരും. പിന്നെ അഞ്ചാമതായിട്ട് ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ് ഓർ ഓഫ് എ ലോക്കൽ അതോറിറ്റി. അപ്പൊ അവസാനമായിട്ട് സർക്കാരിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും പൊതുമുതൽ അപഹരിക്കുന്നതും ഈ രീതിയിൽ 305 അണ്ടറിൽ തന്നെ വരും. ഇനി ഇത്തരത്തില് പ്രത്യേക പരിഗണനയും അതുപോലെ തന്നെ സുരക്ഷയും ഒക്കെ അർഹിക്കുന്ന വീടുകള്, അതുപോലെ വാഹനങ്ങള്, അല്ലെങ്കിൽ ആരാധനാലയങ്ങള്, പൊതുമുതല് എന്നിവയുമായി ബന്ധപ്പെട്ട് മോഷണം നടത്തുന്ന വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ള പണിഷ്മെന്റ് എന്താണ്? ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അതായത് പ്രതിക്ക് 7 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷ ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഹി ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അപ്പൊ എന്താണ്, പൗരന്മാരുടെ വീടുകൾക്കും അതുപോലെ തന്നെ അവരുടെ യാത്രാമാർഗങ്ങൾക്കും വിശ്വാസ കേന്ദ്രങ്ങൾക്കും ഒപ്പം തന്നെ സമൂഹത്തിന്റെ ഈ രീതിയിലുള്ള പൊതുസമ്പത്തിനും കൂടുതൽ നിയമപരിരക്ഷ നൽകുകയും ഇത്തരം സുപ്രധാന ഇടങ്ങളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുന്ന ക്രിമിനൽ പ്രവണതകളെ കർശനമായി തന്നെ ചെറുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 305 ഈ പറയുന്ന സബ്സിക്വന്റ് അഡീഷൻസ് കൂടി വരുത്തിയിട്ടുള്ളത്. അപ്പൊ 2 സെക്ഷൻ നമ്മളിപ്പോ പഠിച്ചു, 304 സ്നാച്ചിങ് ആൻഡ് 305 തെഫ്റ്റ് ഇൻ എ ഡ്വെല്ലിംഗ് ഹൗസ്. ഇപ്പൊ ഇത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, രണ്ടും തെഫ്റ്റിന്റെ തന്നെ വകഭേദങ്ങളാണ്. ഇതില് 304 എന്ന് പറയുന്നത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്, ന്യൂലി ആഡഡ് സെക്ഷൻ ആണ്. ഇപ്പോ പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ തട്ടിപ്പറിക്കുക എന്ന് പറയുന്ന മാലമോഷണം പോലെയുള്ള അല്ലെങ്കിൽ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകുന്നത് പോലെയുള്ള ഒഫൻസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനാണ് 304. 305 പരിധിയിൽ ഏകദേശം 5 ഇൻസ്റ്റൻസസ് വരുന്നുണ്ട്. Basically, it is an offense which is relating to theft in a dwelling house or means of transportation or place of worship, etc. And അതിന്റെ അകത്ത് എന്തൊക്കെയാണ്? ബിൽഡിംഗ്, ടെന്റ് ഓർ വെസൽ,
യൂസ്ഡ് ആസ് എ ഹ്യൂമൻ ഡ്വെല്ലിംഗ്. അപ്പൊ മനുഷ്യര് താമസിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങോ ടെന്റോ വെസലോ ആയിരിക്കണം. അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ ചരക്കുകളോ അല്ലെങ്കിൽ ഈ രീതിയിൽ പാസഞ്ചേഴ്സിനെയോ യാത്രക്കാരെയോ ഒക്കെ കടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ആ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ആർട്ടിക്കിളോ ഗുഡ്സോ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ പ്രാർത്ഥനാലയങ്ങളിലോ ഒക്കെ ഇരിക്കുന്ന എന്തെങ്കിലും വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പവിത്രമായ എന്തെങ്കിലും പ്രത്യേകതരം രൂപങ്ങളോ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, സർക്കാരിന് അവകാശപ്പെട്ട എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടിയോ ആയിരിക്കണം. ഈ 5 ഇൻസ്റ്റൻസസിലാണ് 305 അട്രാക്ട് ആകുന്നത്. രണ്ടിന്റെയും പണിഷ്മെന്റ് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ഇൻസ്റ്റൻസിൽ എന്താണ്, 304ന്റെ കാര്യത്തിലാണെങ്കിൽ എയ്തർ ഡിസ്ക്രിപ്ഷൻ അപ് ടു 3 years ആൻഡ് ഫൈൻ. ഇതിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയതായതുകൊണ്ട് തന്നെ ഏതർ ഡിസ്ക്രിപ്ഷൻ ആണ്, അപ് ടു 7 years ആണ്, ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. സെക്ഷൻ 305 of the Bharatiya Nyaya Sanhita corresponds to section 380 of the Indian Penal Code. The new provision has widened the title and added clauses B, C, D, and E to cover theft of transport vehicle, article, or goods from any transport vehicle, idol or icon from a place of worship, and any government property. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മുടെ പഴയ IPC സെക്ഷൻ 380യോട് കറസ്പോണ്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ BNS-ലെ സെക്ഷൻ 305 എന്ന് പറയുന്നത്. ഇതില് ഒറിജിനലി IPCയുടെ അണ്ടറിൽ സെക്ഷൻ 380യുടെ കീഴിൽ തെഫ്റ്റ് ഇൻ എ ഡ്വെല്ലിംഗ് ഹൗസ് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് റിലേറ്റിംഗ് ടു എനി ബിൽഡിംഗ്, ടെന്റ് ഓർ വെസൽ യൂസ്ഡ് ആസ് എ ഹ്യൂമൻ ഡ്വെല്ലിംഗ് ഓർ യൂസ്ഡ് ഫോർ ദ കസ്റ്റഡി ഓഫ് എനി പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലായിരുന്നു 380 ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ പുതിയ സെക്ഷൻ 305ലേക്ക് നമ്മൾ വരുമ്പോൾ 4 ക്ലോസുകൾ കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതിനുള്ളിലെ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പുമായിട്ട് അവിടുത്തെ ഐഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐക്കണോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതുപോലെ തന്നെ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ഈ രീതിയിൽ 4 പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് സെക്ഷൻ 305 ഒരു പുതിയ ചേഞ്ചോട് കൂടിയാണ് പഴയ സെക്ഷൻ 380യെ ഇവിടെ ഭാരതീയ ന്യായ സംഹിതയുടെ അണ്ടറിൽ അവതരിപ്പിക്കുന്നത്. It is a cognizable and non-bailable offense and is triable by any magistrate as per the first schedule of the BNS. നമ്മുടെ 304 റിലേറ്റിംഗ് ടു സ്നാച്ചിങ് പോലെ തന്നെയാണ് 305ന്റെയും കാര്യം. കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് ആണ്. ഇനി നമ്മൾ പ്രോബ്ലം ക്വസ്റ്റ്യന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഡ്വെല്ലിംഗ് ഹൗസ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ അതിന്റെ പർവ്യൂവിൽ പഴയ IPC വെച്ചിട്ട് വന്നിട്ടുള്ള ചില കേസ് ലോകളിൽ ഈ ഡ്വെല്ലിംഗ് ഹൗസിന്റെ എക്സ്റ്റൻഷൻ എവിടം വരെ പോകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കേസ് ലോകൾ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇൻ കേസ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസിഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ ഇന്ന പ്രത്യേക ഇൻസ്റ്റൻസസ് കൂടി ഡ്വെല്ലിംഗ് ഹൗസ് ആയി മാറാം അല്ലെങ്കിൽ മാറ്റപ്പെടാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദ വേർഡ് dwelling house means a building, tent or vessel in which a person lives or remains whether permanently or temporarily. അപ്പോ 305 പ്രകാരമുള്ള ഡ്വെല്ലിംഗ് ഹൗസ് അല്ലെങ്കിൽ മനുഷ്യൻ താമസിക്കുന്ന ഇടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബേസിക് ആയിട്ട് ഒരു വ്യക്തി സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ടെന്റോ അല്ലെങ്കിൽ ബോട്ട് പോലെയുള്ള എന്തെങ്കിലും ജലയാനങ്ങളോ ഒക്കെയാണ് ബേസിക് ആയിട്ട് ഇതിന്റെ പെർവ്യൂവിൽ വരുന്നത്. അത് പെർമനന്റ് ആയിട്ട് റിസൈഡ് ചെയ്യുന്നതാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ടെമ്പററിലി ഫോർ എ ടെമ്പററി പർപ്പസും ആയിരുന്നാലും അതും സെക്ഷൻ 305ന്റെ അണ്ടറിൽ തന്നെ വരും. എന്തിനാണ് സാധാരണ മോഷണത്തിൽ നിന്നും ഇതിനെ പ്രത്യേകമായി തിരിച്ച് കൂടുതൽ കർശനമായ ശിക്ഷാ വ്യവസ്ഥ ആക്ടിന്റെ അണ്ടറിൽ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് അയാളുടെ വാസസ്ഥലം എന്ന് പറയുന്നത്. അവിടെ അതിക്രമിച്ച് കയറി മോഷണം നടത്തുന്നത് അല്ലെങ്കിൽ എന്താ പറയണ്ടേ,
സാധാരണഗതിയിൽ വെറും ഒരു വസ്തു അപഹരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കും അതുപോലെ തന്നെ അയാളുടെ ഒരു സുരക്ഷിതത്വത്തിലേക്കുമുള്ള വലിയൊരു കടന്നുകയറ്റമായിട്ടാണ് നിയമം ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ആ രീതിയിൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ ഇത് സിമ്പിൾ തെഫ്റ്റിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ മോഷണത്തെക്കാൾ വളരെ വലിയൊരു കുറ്റമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അപ് ടു 7 years വരെ ശിക്ഷ ലഭിക്കാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഓർഡിനറി മീനിങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മീനിങ് ആണ്. ഇനി പ്രത്യേക 2 ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത് എ റെയിൽവേ വെയിറ്റിംഗ് റൂം ഇസ് എ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഹ്യൂമൻ ഡ്വെല്ലിംഗ്. ആ രീതിയിൽ കണക്കാക്കാം, ഒരു റെയിൽവേ വെയിറ്റിംഗ് റൂമിനെയും ആ രീതിയിൽ കണക്കാക്കാം എന്ന് പറഞ്ഞ കേസാണ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് നിഹാൽ സിംഗ്. ഈ കേസ് പഠിച്ചില്ലെങ്കിലും റെയിൽവേ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ബിൽഡിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹ്യൂമൻ ഡ്വെല്ലിംഗ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ കോർട്ടിന്റെ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ അട്രാക്ട് ആകും അല്ലെങ്കിൽ ഈ സെക്ഷന്റെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തെഫ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഫ്രം ദ റൂഫ് ഓഫ് എ ഹൗസ് ഫോൾ അണ്ടർ ദിസ് സെക്ഷൻ. അപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് മാത്രമല്ല, വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് അഥവാ അതിന്റെ ടെറസിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചാലും അത് ഇതിന്റെ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഡ്വെല്ലിംഗ് ഹൗസിന്റെ ഡെഫിനിഷനിൽ വരുമെന്നും ഈ വാസസ്ഥലത്ത് നടക്കുന്ന മോഷണമായി തന്നെ കണക്കാക്കപ്പെടുമെന്നുമാണ് ഈ സാത്തോ താന്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിൽ കോടതി വ്യക്തമാക്കിയത്. ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ക്ലോസ് ബി, സി, ഡി ആൻഡ് ഇ ആഡായി തെഫ്റ്റ് ഇൻ എ ഡ്വെല്ലിംഗ് ഹൗസ് എന്നുള്ള രീതിയിലായിരുന്നു പഴയ IPC സെക്ഷൻ 380 നിന്നിരുന്നത്. ഇപ്പോ ചില പ്രത്യേക ഇൻസ്റ്റൻസസ് കൂടി ഇതിന്റെ ഉള്ളിലേക്ക് കോർത്തിണക്കിക്കൊണ്ടാണ് നമുക്ക് സെക്ഷൻ 305ന്റെ അണ്ടറിൽ അതേ സെക്ഷൻ തന്നെ ഒരു പുതിയ ഫോർമാറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് ആണ്. ഡ്വെല്ലിംഗ് ഹൗസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പെർമനന്റ്ലി റിസൈഡ് ചെയ്യണമെന്നില്ല. Even if it is for a temporary purpose, it can be classified as a dwelling house അല്ലെങ്കിൽ considered as dwelling house for the purpose of section 305. അതുപോലെ തന്നെ റെയിൽവേ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഹ്യൂമൻ ഡ്വെല്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കാം ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ. ആൻഡ് ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മോഷ്ടിക്കണം, ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യാനൊന്നും നിർബന്ധമില്ല. മറിച്ച് ഇവൻ ഫ്രം എ റൂഫ് അല്ലെങ്കിൽ ഈ രീതിയിൽ ടെറസിൽ നിന്ന് മോഷ്ടിച്ചാലും ഈ സെക്ഷൻ അട്രാക്ട് ആകാം എന്ന് പറയുന്ന വിധിയും നമ്മൾ കണ്ടു. സോ ഇനി അടുത്തതായിട്ട് സെക്ഷൻ 306 തെഫ്റ്റ് ബൈ എ ക്ലർക്ക് ഓർ സെർവന്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. തൊഴിലുടമയുടെയോ അല്ലെങ്കിൽ യജമാനന്റെയോ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധീനതയിൽ ഇരിക്കുന്ന കൈവശമുള്ള സ്വത്തുക്കള് അവിടെ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ക്ലാർക്കോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരോ മോഷ്ടിക്കുന്ന സാഹചര്യങ്ങളെയാണ് സെക്ഷൻ 306 കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ പഴയ IPC സെക്ഷൻ 381 സമാനമായ സെക്ഷനാണ് ഇപ്പോഴത്തെ BNSലെ സെക്ഷൻ 306 എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്റെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരാൾക്ക് ജോലി നൽകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ജോലി നൽകുമ്പോൾ അയാളിൽ ഒരു വിശ്വാസം കൂടി ഇദ്ദേഹം കാണിക്കും. അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വന്തം വീട്ടില് ഒരാളെ ജോലിക്ക് നിർത്തുന്നത്. അപ്പൊ ആ സ്ഥാപനത്തിലെ പണമോ അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതിനുള്ള ചുമതലയും ഒക്കെ ചിലപ്പോ ഈ ജീവനക്കാർക്ക് ലഭിച്ചേക്കാം. എന്നാൽ ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് സ്വന്തം യജമാനന്റെ സാധനങ്ങൾ തന്നെ മോഷ്ടിക്കുന്നത് സാധാരണഗതിയിലുള്ള മോഷണത്തെക്കാൾ കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമായിട്ടാണ് നമ്മുടെ ക്രിമിനൽ നിയമം ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അതിനെ പ്രത്യേകം പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടും ശിക്ഷ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് സെക്ഷൻ 306 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെഫ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ 303യുടെ ഇല്ലുസ്ട്രേഷൻ ഡിയില് നമ്മൾ ഇതേപോലെ ഒരു ഇൻസ്റ്റൻസ് പഠിച്ചിരുന്നു. എന്താണ്? A being Z servant and entrusted by Z
with the care of Z's plate dishonestly runs away with the plate without Z's consent. എ ഹാസ് കമ്മിറ്റഡ് തെഫ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. അതായത് എ എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ ഇസഡിന്റെ സെർവന്റ് ആണ് അയാൾ. അപ്പം ഇസഡ് അയാളെ വിശ്വസിച്ച് വീട്ടിലെ സാധനങ്ങൾ ഏൽപ്പിച്ച കൂട്ടത്തിൽ ഏൽപ്പിച്ചിരുന്ന ഒരു പാത്രവുമായിട്ട് എ കടന്നു കളയുകയാണ്. അപ്പൊ അങ്ങനെ കടന്നു കളയുമ്പം ഏൽപ്പിച്ചു എന്നതുകൊണ്ട് എയുടെ തന്നെ അല്ലെങ്കിൽ സെർവന്റിന്റെ തന്നെ പൊസഷനിൽ ആയോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ആ ഇല്ലുസ്ട്രേഷൻ നോക്കിയത്. അപ്പൊ നമ്മൾ അത് പറയുകയും ചെയ്തതാണ്, എയുടെ കൈവശം ഇരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് യജമാനന്റെ തന്നെ കൈവശം ഇരുന്നു കൊണ്ട് എക്ക് താൽക്കാലിക കസ്റ്റഡി മാത്രമാണ് തന്റെ യജമാനന്റെ പ്രോപ്പർട്ടിക്ക് മേൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കസ്റ്റഡി മാത്രമേ ഉള്ളൂ അവിടെ, വിശ്വാസത്തിന്റെ പേരിൽ ഒരു കസ്റ്റഡി മാത്രമേ ആ സെർവന്റിന് അല്ലെങ്കിൽ ക്ലർക്കിന് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പൊസഷൻ എപ്പോഴും യജമാനന്റെ കയ്യിൽ തന്നെയാണ് റീറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ എടുത്ത് അന്നേരം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ എ തെഫ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കും എന്ന് നമ്മൾ പഠിച്ചു. സോ ഓൾറെഡി 303 കീഴിൽ എ ശിക്ഷിക്കപ്പെടാം. അതിനോടൊപ്പം തന്നെ റെഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ 306, അതായത് സ്പെഷ്യൽ ഇൻസ്റ്റൻസ് ആണ് തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സെർവന്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. സോ അതാണ് നമ്മൾ ഇനി ഇവിടെ നോക്കുന്നത്. സോ ആ സെക്ഷൻ കൂടി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇല്ലുസ്ട്രേഷൻ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. കസ്റ്റഡിയും പൊസഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. വീട്ടിൽ കയറ്റി നമ്മളൊരു വീട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് ആളെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ അയാളെടുത്ത് പെരുമാറുന്ന സാധനങ്ങൾ മുഴുവൻ അയാളുടെ പൊസഷനിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും ആരാണോ മാസ്റ്റർ അല്ലെങ്കിൽ യജമാനൻ അല്ലെങ്കിൽ ആരാണോ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിലെ എംപ്ലോയർ, അയാളിൽ തന്നെ ആയിരിക്കും മിക്ക സാഹചര്യങ്ങളിലും ഈ പൊസിഷൻ നിലനിൽക്കുന്നത്. ഞാൻ മിക്ക സാഹചര്യങ്ങളൊന്നും പറയാൻ കാരണം ഇപ്പൊ തൊഴിലിടങ്ങളിൽ ചിലപ്പോൾ എംപ്ലോയിയുടെ പൊസിഷനിൽ വരുന്ന കേസസും വരാം. പക്ഷെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊസിഷൻ എപ്പോഴും അതിന്റെ യജമാനന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. സോ whoever being a clerk or servant or being employed in the capacity of a clerk or servant commits theft in respect of any property in the possession of his master or employer shall be punished with imprisonment of either description for a term which may extend to 7 years and shall also be liable to fine. അപ്പൊ എന്താണ് ഒരു ക്ലർക്കോ സെർവന്റ് അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയിൽ എംപ്ലോയ് ചെയ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തി ഓർ ബീയിങ് എംപ്ലോയ്ഡ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് എ ക്ലർക്ക് ഓർ സെർവന്റ് എന്താണ് കമ്മിറ്റ്സ് തെഫ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പ്രോപ്പർട്ടി ഇൻ ദ പൊസഷൻ ഓഫ് ഹിസ് മാസ്റ്റർ ഓർ എംപ്ലോയർ. യജമാനന്റെയോ അല്ലെങ്കിൽ തൊഴിലുടമയുടെയോ അധീനതയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശമോ ഇരിക്കുന്ന പ്രോപ്പർട്ടി മോഷ്ടിച്ചു കഴിഞ്ഞാൽ he shall be punished with imprisonment of either description for a term which may extend to 7 years and shall also be liable to fine. അപ്പോ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 303യുടെ അണ്ടറിൽ നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുന്നവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്? അപ് ടു അല്ലെങ്കിൽ മാക്സിമം ഫോർ എ ടേം ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പ് മാത്രമായി അത് ചുരുങ്ങും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയണ്ട, നമ്മൾ കാണിക്കുന്ന ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വസ്തുക്കള് അവര് ഈ രീതിയിൽ വകമാറ്റി മോഷ്ടിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു, ഒരു ദുരുദ്ദേശത്തോടു കൂടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിനെ അങ്ങനെ ആ രീതിയിൽ മാറ്റി എന്നുള്ളതൊക്കെ വരുമ്പോ കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ള ഒരു ഒഫൻസ് ആയിട്ട് ഇത് മാറുന്നത് കൊണ്ട് തന്നെ അപ് ടു 7 years വരെ പണിഷ്മെന്റ് ലഭിക്കാവുന്ന ഒരു ഒഫൻസ് ആണ് സെക്ഷൻ 306ന്റെ അണ്ടറിൽ തെഫ്റ്റ് ബൈ എ ക്ലർക്ക് ഓർ സെർവന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ ആ അപ് ടു 7 years ആൻഡ് ഹി ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 306 of the BNS corresponds to section 381 of the erstwhile Indian Penal Code and the provision is unaltered and it is retained as it is. ഇപ്പൊ പഴയ 381 എങ്ങനെയായിരുന്നോ IPCയിൽ നിലനിന്നിരുന്നത് അതേ രീതിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണ് സെക്ഷൻ 306ഉം കോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. It is a cognizable and non-bailable offense and it is triable by any magistrate
ആസ് പെർ ദി ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി BNS. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച 3 ഒഫൻസുകളും ഏതൊക്കെയാണ്? 304ന്റെ അണ്ടറിലും 5ന്റെ അണ്ടറിലും 6ന്റെ അണ്ടറിലും വരുന്ന സ്നാച്ചിങ്, അതുപോലെ തന്നെ ഡ്വെല്ലിംഗ് ഹൗസും മറ്റു കാര്യങ്ങളും, അതുപോലെ തെഫ്റ്റ് ബൈ എ ക്ലർക്ക് ഓർ സെർവന്റ് എന്ന് പറയുന്ന ഈ 3 ഒഫൻസുകളും 3ഉം കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ആണ്, ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, സെക്ഷൻ 306ന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു സെർവന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ സെക്ഷന്റെ കീഴിൽ തന്നെ 1-2 ന്യൂനതകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു എന്താ പറയണ്ടേ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്. സോ അതുകൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 306 കംപ്ലീറ്റ് ആവും. സോ അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഈ സെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു സെർവന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. എ ക്ലർക്ക് ഓർ എ സെർവന്റ് ഈസ് എ പേഴ്സൺ bound either by an express or implied contract of service to obey the orders and submit to the control of his master in the transaction of the business which it is his duty to perform as such clerk or a servant. അതായത് ഒരു തൊഴിലുടമയും അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനും തമ്മിലുള്ള രേഖാമൂലമായതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ ഒരു തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്ട് ഓഫ് സർവീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തു പോരുന്ന വ്യക്തിയെയാണ് നമ്മൾ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു സെർവന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തന്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിനായി യജമാനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ, അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പൂർണ്ണമായും വിധേയനായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയെയാണ് നിയമപ്രകാരം നമ്മൾ അദ്ദേഹത്തിന്റെ ക്ലർക്ക് അല്ലെങ്കിൽ സെർവന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇൻ ദ വ്യൂ ഓഫ് ദി കോൺഫിഡൻസ് reposed by the employer in his clerk or servant, any offense committed by the employee is taken serious note of. Thus, the theft by a clerk of his master's or employer's property is punished severely because of the abuse of the confidence reposed in the employee, which his position involves under this section. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ആണ്. എന്തിനാണ് ഇത്തരം മോഷണങ്ങളെ നിയമം ഇത്ര ഗൗരവത്തോടെ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു തൊഴിലുടമയ്ക്ക് തന്റെ ജീവനക്കാരനിലുള്ള അതിയായ വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആണ്. ഒരു വ്യക്തിക്ക് ജോലി നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ വീട്ടുജോലിക്ക് നിർത്തുമ്പോൾ സ്വന്തം സ്വത്തുക്കൾക്കും അതുപോലെ തന്നെ സ്ഥാപനത്തിന് മുകളിൽ വലിയൊരു ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വിശ്വാസവും കൂടിയാണ് തൊഴിലുടമ ആ ജീവനക്കാരനിൽ ഇടുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യവും വിശ്വാസവും പൂർണ്ണമായി ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തം യജമാനന്റെ സ്വത്തുക്കള് ഒരു ജീവനക്കാരൻ മോഷ്ടിക്കുമ്പോൾ അത് കേവലം ഒരു മോഷണത്തിനപ്പുറത്തേക്ക് വലിയൊരു വഞ്ചനാപരമായ കുറ്റം കൂടിയായിട്ടാണ് നിയമം കണക്കാക്കുന്നത്. അവിടെ ഒരു അബ്യൂസ് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ അയാളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഒരു ലംഘനം നടക്കുന്നത് കൊണ്ടാണ് ഒരു സാധാരണ മോഷണത്തെക്കാൾ വളരെ കടുത്ത ശിക്ഷ ഈ വകുപ്പ് പ്രകാരം ഈ പർട്ടിക്കുലർ ക്ലർക്കിനോ അല്ലെങ്കിൽ സെർവന്റിനോ ഇങ്ങനെ മാസ്റ്ററിന്റെ പൊസഷനിലുള്ള വസ്തുക്കൾക്ക് മേൽ നടത്തുന്ന തെഫ്റ്റിന് കൊടുക്കുന്നത്, നിയമം കൊടുക്കുന്നത്. ഇനി the possession of the master or employer need not be actual physical possession. Even a constructive possession is sufficient for the purposes of this section, which was held in തിരുവെങ്കടചാരി. ഈ മാസ്റ്റർ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ എംപ്ലോയർ എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന വ്യക്തി എല്ലായ്പ്പോഴും ഈ ഒരു പർട്ടിക്കുലർ വസ്തു നേരിട്ട് തന്റെ സ്വന്തം കയ്യിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ കൊണ്ട് നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പകരം ആ വസ്തു യജമാനന്റെ വീട്ടിനുള്ളിലോ
അല്ലെങ്കിൽ സ്ഥാപനത്തിലോ അദ്ദേഹത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിയമപരമായ കൈവശം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പൊസഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു വസ്തു നേരിട്ട് യജമാനന്റെ കയ്യിലില്ലെങ്കിലും അതിന്മേലുള്ള അവകാശവും നിയന്ത്രണവും അദ്ദേഹത്തിനാണ് എന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കൾ മോഷ്ടിക്കുന്നതും ഈ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഗൗരവമുള്ള കുറ്റകൃത്യമായി തന്നെയായിരിക്കും കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി 303യുടെ ആ പർട്ടിക്കുലർ ഇല്ലുസ്ട്രേഷൻ പഠിച്ചപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ബ്രീഫായിട്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ആൻ അൺപെയ്ഡ് അപ്രന്റീസ് ഇസ് എ ക്ലർക്ക് ഓർ സെർവന്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ വിച്ച് വാസ് ഹെൽഡ് ഇൻ സോഹൻലാൽ വേഴ്സസ് എംപറർ. ഇവിടെ ഈ കേസിൽ ഒരു സ്ഥാപനത്തില് തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശമ്പളം ഒന്നും വാങ്ങാതെ നിൽക്കുന്ന ഒരു അപ്രന്റീസ്, ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു അപ്രന്റീസ് ഈ പർട്ടിക്കുലർ സെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ പഴയ IPCയുടെ കീഴിൽ ഉണ്ടായിരുന്ന ആ പർട്ടിക്കുലർ സെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ജീവനക്കാരൻ, ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു സെർവന്റ് എന്നുള്ള രീതിയിൽ ഈ സെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് കണക്കാക്കപ്പെടുമോ എന്നതായിരുന്നു ഈ കേസിലെ ചോദ്യം. അപ്പൊ ഇവിടെ ഒരാള് ജീവനക്കാരനാണോ അല്ലയോ എന്ന് നിയമം വിലയിരുത്തുന്നത് അയാൾക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, മറിച്ച് അയാള് യജമാനന്റെ നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കും പൂർണ്ണമായും വിധേയനായാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാണ് എന്നതാണ് ഈ വിധി പ്രസ്താവനയിലൂടെ കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു അൺപെയ്ഡ് അപ്രന്റീസ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ശമ്പളം വാങ്ങാത്ത ഒരു അപ്രന്റീസ് ആണെങ്കിൽ കൂടിയും അയാള് യജമാനന്റെ വസ്തുവകകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഈ സെക്ഷന്റെ പരിധിയിൽ വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ അതാണ് തെഫ്റ്റ് ബൈ എ ക്ലർക്ക് ഓർ സെർവന്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. ഈ അടുത്ത നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഫൈനൽ ആയിട്ടുള്ള വകഭേദം എന്ന് പറയുന്നത് കൂട്ടത്തിലെ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ ഒഫൻസ് ആയ സെക്ഷൻ 307, ദാറ്റ് ഈസ് തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിംഗ് ഡെത്ത്, ഹേർട്ട് ഓർ റെസ്ട്രെയിൻഡ് ഇൻ ഓർഡർ ടു കമ്മിറ്റിംഗ് ഓഫ് തെഫ്റ്റ്. അപ്പോ സാധാരണ ഒരു മോഷണത്തിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ ജീവനോ അല്ലെങ്കിൽ ശരീരത്തിനോ അപകടം വരുത്താൻ മുൻകൂട്ടി തയ്യാറെടുത്തുകൊണ്ട് നടത്തുന്ന മോഷണങ്ങളെയാണ് ഈ വകുപ്പിൽ പറയുന്നത്. എന്താണ്? തെഫ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുന്നതിനോ, അതായത് അതിന് മുന്നോടിയായിട്ട് ഒരാളെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അയാൾക്ക് പരിക്കേൽപ്പിക്കുന്നതിനോ ബലം പ്രയോഗിച്ച് തടഞ്ഞു വെക്കുന്നതിനോ ഉള്ള പ്രിപ്പറേഷൻസ് എടുത്തതിന് ശേഷം നടത്തുന്ന തെഫ്റ്റിനെ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 307 എന്ന് പറയുന്നത്. Whoever commits theft having made preparation for causing death or hurt or restraint or fear of death or of hurt or of restraint to any person in order to the committing of such theft or in order to the effecting of his escape after the committing of such theft or in order to the retaining of property taken by such theft shall be punished with rigorous imprisonment for a term which may extend to 10 years and shall also be liable to fine. ഇവിടെ ഒരു മോഷണം നടത്താൻ വരുന്ന വ്യക്തി അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിയമം വിലയിരുത്തുന്നത്. പ്രിപ്പറേഷൻ ഫോർ കോസിംഗ് ഡെത്ത് അല്ലെങ്കിൽ ഹെർട്ട് അല്ലെങ്കിൽ റെസ്ട്രെയിന്റ്. ഇപ്പൊ എന്താ പറയണ്ടേ? മോഷണം തടയാൻ ശ്രമിക്കുന്നവരെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് മേൽ ശാരീരികമായി ഉപദ്രവമേൽപ്പിക്കാനോ അതല്ലെങ്കിൽ അവരെ ബലമായി തടഞ്ഞു വെക്കാനോ ഉള്ള ഉദ്ദേശത്തോടെ ആയുധങ്ങളോ അല്ലെങ്കിൽ എന്താ പറയണ്ട മറ്റ് ഉപകരണങ്ങളോ ഒക്കെ കരുതിക്കൊണ്ട് ഒരാൾ മോഷണത്തിന് വന്നു കഴിഞ്ഞാൽ അത് ഈ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറും. കാരണം അവിടെ അങ്ങനെ ഒരു ഇരുമ്പ് തണ്ട് കയ്യിൽ കരുതുക അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു ചുറ്റിക കയ്യിൽ കരുതുക, ആ സമയത്ത് അവിടെ ഒന്നെങ്കിൽ എതിർക്കാൻ വരുന്നവനെ കൊല്ലാനോ അല്ലെങ്കിൽ അയാൾക്ക് പരിക്കേൽപ്പിക്കാനോ ഉള്ള ഉദ്ദേശം തീർച്ചയായിട്ടും ആ മോഷ്ടാവിന് കാണും, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രിസ്യൂം ചെയ്യാൻ പറ്റും.
ഇവിടെ പ്രതി എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് ആളുകളെ ഉപദ്രവിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ നിയമത്തിൽ പറയുന്നില്ല. ഹെർട്ട് കോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡെത്ത് കോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റെസ്ട്രെയിന്റ് കോസ് ചെയ്തിരിക്കണം എന്ന് നിയമത്തിൽ പറയുന്നില്ല. മറിച്ച് അതിനുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ, അതായത് പ്രിപ്പറേഷൻസ് പ്രതി നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെക്ഷൻ അട്രാക്ട് ആകും എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇതിന്റെ ഭാഗമായിട്ട്, തെഫ്റ്റിന്റെ ഭാഗമായിട്ട് ഡെത്ത് സംഭവിച്ചിരിക്കണമെന്നോ ഹെർട്ട് സംഭവിച്ചിരിക്കണമെന്നോ റെസ്ട്രെയിന്റ് സംഭവിച്ചിരിക്കണമെന്നോ നിർബന്ധമില്ല. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്നുള്ള നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രതി നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ സെക്ഷൻ അട്രാക്ട് ആകാൻ സഫിഷ്യന്റ് ആണ്. ഇനി മോഷണം നടത്തുന്നതുമായി മാത്രമല്ല, അല്ലെങ്കിൽ കമ്മിറ്റിംഗ് ഓഫ് സച്ച് തെഫ്റ്റുമായിട്ട് മാത്രമായി ബന്ധപ്പെട്ടല്ല ഈ ഒരു പർട്ടിക്കുലർ വകുപ്പ് ഇരിക്കുന്നത്. ഇൻ ഓർഡർ ടു എഫക്ടിങ് ഓഫ് ഹിസ് എസ്കേപ്പ് ആഫ്റ്റർ ദ കമ്മിറ്റിംഗ് ഓഫ് സച്ച് തെഫ്റ്റ് ഓർ ഇൻ ഓർഡർ ടു റീറ്റെയിനിങ് ഓഫ് ദ പ്രോപ്പർട്ടി ടേക്കൺ ബൈ സച്ച് തെഫ്റ്റ്. അതായത് മോഷണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ആരുടെയും പിടിയിലാകാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ മോഷ്ടിച്ച സാധനങ്ങൾ ആരും തിരിച്ചെടുക്കാത്തക്ക വിധം, അല്ലെങ്കിൽ എന്താ പറയുക, റിക്കവർ ചെയ്യപ്പെടാത്ത രീതിയിൽ സ്വന്തം കൈവശം തന്നെ ഭദ്രമായി വയ്ക്കുന്നതിന് വേണ്ടിയോ ഇത്തരത്തില് മറ്റൊരാളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഉള്ള തയ്യാറെടുപ്പുകൾ പ്രതി നടത്തിയിട്ടുണ്ടെങ്കിലും അതും ഈ സെക്ഷന്റെ അണ്ടറിൽ വരും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്ത്രങ്ങൾക്കുള്ളിൽ ആയുധം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മോഷണത്തിന് കയറുന്നത് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി ഈ രീതിയിൽ പ്രിപ്പറേഷൻ ഫോർ കോസിങ് ഡെത്ത് ഓർ ഹേർട്ട് ഓർ റെസ്ട്രെയിന്റ് മാത്രമല്ല, ആ രീതിയിൽ മരണഭയമോ അല്ലെങ്കിൽ തന്റെ ശരീരത്തിന് അല്ലെങ്കിൽ തന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഹാനി സംഭവിക്കും എന്നുള്ള തോന്നലോ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായാലും മതി, അല്ലെങ്കിൽ താൻ ബലമായി തടഞ്ഞു വെക്കപ്പെട്ടേക്കാം എന്നുള്ള തോന്നല് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായാലും മതി. ആ സാഹചര്യത്തിലും ഈ സെക്ഷൻ അട്രാക്ട് ആവും. സോ ഹാവിംഗ് മെയ്ഡ് പ്രിപ്പറേഷൻ ഫോർ കോസിങ് ഡെത്ത് ഓർ ഹേർട്ട് ഓർ റെസ്ട്രെയിന്റ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ എന്താണ്, ഫിയർ ഓഫ് ഡെത്ത് ഓർ ഓഫ് ഹേർട്ട് ഓർ ഓഫ് റെസ്ട്രെയിന്റ് ടു എനി പേഴ്സൺ. ഇവിടെ ഏറ്റവും പ്രധാനമായി അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിയർ പ്രിപ്പറേഷൻ മാത്രമാണ്, അല്ലാതെ കോസിങ് ഓഫ് ഡെത്തോ അല്ലെങ്കിൽ കോസിങ് ഓഫ് ഹേർട്ടോ കോസിങ് ഓഫ് റെസ്ട്രെയിന്റോ അല്ല, അല്ലെങ്കിൽ കോസിങ് ഓഫ് ഫിയർ ഓഫ് ഡെത്തോ ഓർ ഓഫ് ഹേർട്ടോ ഓർ ഓഫ് റെസ്ട്രെയിന്റോ അല്ല. പ്രിപ്പറേഷൻ ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ആ പ്രോപ്പർട്ടിയുമായിട്ട് എസ്കേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനോ വേണ്ടിയിട്ടും ഈ രീതിയിൽ നടത്തുന്ന പ്രിപ്പറേഷൻസ് റെലവന്റ് ആണ്. ഇനി ഇതിന്റെ പണിഷ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ശ്രേണിയിൽ ഏറ്റവും ഗൗരവമേറിയ വകുപ്പാണ് സെക്ഷൻ 307 എന്ന് പറയുന്നത്. നമ്മൾ സ്നാച്ചിങ് പഠിച്ചതാണെങ്കിലും തെഫ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ ഗ്രാവിറ്റി ഏറിയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനുശേഷം തെഫ്റ്റ് ഫ്രം എ ഡ്വെല്ലിംഗ് ഹൗസ്, അതും നമ്മൾ പഠിച്ചു. അതും നമുക്ക് താരതമ്യേന ഗ്രാവിറ്റി ഉള്ളതാണെന്ന് മനസ്സിലായി. പിന്നെ ശേഷം ബൈ ക്ലർക്ക് ഓർ സർവന്റ്, വിശ്വാസത്തെ എന്താ പറയണ്ടേ ഹനിച്ചുകൊണ്ട് ഈ രീതിയിൽ നടത്തുന്ന മോഷണമാണ്. അതും തെഫ്റ്റിനേക്കാൾ, സിമ്പിൾ തെഫ്റ്റിനേക്കാൾ ഗ്രാവിറ്റി ഏറിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്നിലും പിന്നെയും അധികം ഗ്രാവിറ്റി ഏറിയ ഒരു വകുപ്പാണ് സെക്ഷൻ 307 എന്ന് പറയുന്നത്. കാരണം ഇവിടെ there is a preparation which is made for causing death, hurt or restraint എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പണിഷ്മെന്റിലേക്ക് വരുമ്പോഴും അവിടെ ആ കാർഡിനെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഹിയർ the accused shall be punished or the convict shall be punished with rigorous imprisonment for a term which may extend to 10 years and he shall also be liable to fine. അപ്പോ മറ്റ് 3 സെക്ഷനുകളിലും നമ്മൾ കോമൺ ആയിട്ട് കണ്ടു പണിഷ്മെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് കണ്ടത്, എയ്തർ സിമ്പിൾ ഓർ റിഗറസ്. അപ്പൊ അവിടെ കോടതിക്ക് ഒരു വിവേചനാധികാരം മറ്റ് സെക്ഷനുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. അത് തന്നെ ആ പർട്ടിക്കുലർ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയെ കാണിക്കുന്ന ഒരു ഫാക്ടറാണ്. സോ റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years, അപ് ടു 10 years വരെ ശിക്ഷ കിട്ടാവുന്ന റിഗറസ് ഇംപ്രിസൺമെന്റ്. ഇപ്പൊ പ്രിപ്പറേഷൻ ഫോർ കോസിങ് എന്താ പറയണ്ട റെസ്ട്രെയിന്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിഗറസ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും താരതമ്യേന 10 വർഷം എന്നുള്ളതിൽ കുറച്ചൊരു കാലയളവിലേക്കായിരിക്കും ഇംപ്രിസൺമെന്റിന് വിധിക്കുന്നത്. പക്ഷെ പ്രിപ്പറേഷൻ ഫോർ കോസിങ് ഡെത്ത് ആണെങ്കിൽ അത് മാക്സിമം വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ കോസിങ് ഹെർട്ട് ആണെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അത് മാക്സിമം വരെ പോകാൻ പറ്റും. പിന്നെ along with that he shall also be liable to fine. അപ്പൊ ഇതാണ് theft after preparation made for causing death,
hurt or restraint in order to committing of theft. Section 307 of the Bharatiya Nyaya Sanhita corresponds to section 382 of the erstwhile Indian Penal Code 1860. The provision is unaltered and it is retained as it is. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ 307 എന്ന് പറയുന്നത് പഴയ IPC സെക്ഷൻ 382ന്റെ തന്നെ കറസ്പോണ്ടിങ് സെക്ഷൻ ആണ്, അതിന്റെ പാരലൽ സെക്ഷൻ ആണ്. ഈ പ്രൊവിഷൻ മറ്റ് ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. ഇറ്റ് ഈസ് റീറ്റെയിൻഡ് ആസ് ഇറ്റ് ഈസ്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എ കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. നമ്മൾ നേരത്തെ പഠിച്ച 3 ഒഫൻസുകളെ പോലെ ഈ പർട്ടിക്കുലർ ഒഫൻസ് കോഗ്നിസിബിളും ആണ്, നോൺ ബെയിലബിളും ആണ്. പക്ഷെ മറ്റ് 3 ഒഫൻസുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണ്? ട്രയലിന്റെ കാര്യം വരുമ്പോൾ ഇറ്റ് ഈസ് ട്രയബിൾ ബൈ എ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റ് 3 ഒഫൻസിന്റെ കാര്യത്തിലും എനി മജിസ്ട്രേറ്റ് എന്നായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ അണ്ടർ സെക്ഷൻ 307 അതിലേക്ക് വരുമ്പോൾ ട്രയബിൾ ബൈ എ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ ഈ കൂടെ ഇവിടെ എടുത്ത് നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത് പറഞ്ഞത് ആ പ്രിപ്പറേഷൻ ആണ്, അല്ലാതെ കോസിംഗ് ഡെത്തോ ഹെർട്ടോ റെസ്ട്രെയിൻറ്റോ അല്ല എന്നുള്ളത് എടുത്ത് വീണ്ടും പറയാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കതിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ദിസ് സെക്ഷൻ ഡീൽസ് വിത്ത് എ കേസ് where the thief had made preparation for causing death or hurt or restraint to any person in order to ensure the commission of theft or effecting his escape after committing of such theft or to retain the property that is stolen. അതായത് മോഷണം സുഗമമായി നടത്തുന്നതിനോ അല്ലെങ്കിൽ മോഷണത്തിന് ശേഷം മറ്റാരുടെയും പിടിയിലാകാതെ രക്ഷപ്പെടുന്നതിനോ അതല്ലെങ്കിൽ മോഷ്ടിച്ച വസ്തുക്കൾ ആർക്കും തിരികെ നൽകാതെ സ്വന്തം കൈവശം തന്നെ സൂക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഈ രീതിയിൽ പ്രതി നടത്തുന്നത്. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്നവരെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായി ഉപദ്രവമേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ബലമായി തടഞ്ഞു വെക്കുന്നതിനോ പ്രതി മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വരുമ്പോഴാണ് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്തപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു. ആൻഡ് ദി ഒഫൻസ് ഈസ് കോഗ്നിസിബിൾ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് നോൺ ബെയിലബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് നോൺ കോമ്പൗണ്ടബിൾ, പണിഷബിൾ അപ് ടു 10 years ഓഫ് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആൻഡ് ട്രയബിൾ ബൈ എ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത കാര്യം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വാക്കിന് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസിന് ഊന്നൽ നൽകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇഫ് ഹേർട്ട് ഈസ് ആക്ച്വലി കോസ്ഡ് വെൻ എ തെഫ്റ്റ് ഈസ് കമ്മിറ്റഡ്, ദി ഒഫൻസ് ഈസ് പണിഷബിൾ ആസ് റോബറി ആൻഡ് നോട്ട് അണ്ടർ ദിസ് സെക്ഷൻ. ആൻഡ് ദിസ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ മഹാദിയോ തൂക്കാറാം വേഴ്സസ് ക്രൗൺ. അപ്പോ പ്രിപ്പറേഷൻ എന്നുള്ള ആ സ്റ്റേറ്റ് മാറി അല്ലെങ്കിൽ ആ സ്റ്റേജ് മാറി ആ പർട്ടിക്കുലർ കാര്യം കമ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒഫൻസിന്റെ നേച്ചറേ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ ഒഫൻസ് എന്തായി മാറും? മിനിമം ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ അണ്ടറിൽ വരുന്ന പ്രിപ്പറേഷൻ ഇൻ റിലേഷൻ ടു കമ്മിറ്റിംഗ് ഓഫ് തെഫ്റ്റ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അത് റോബറി ആയിട്ട് മാറും അല്ലെങ്കിൽ കൊള്ളയായിട്ട് മാറും. നിങ്ങൾ വെറുതെ ആ റോബറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബേസിക്കലി റോബറി 2 രീതിയിൽ സംഭവിക്കാം. എപ്പോഴാണ് തെഫ്റ്റ് റോബറി ആയിട്ട് മാറുന്നതെന്നും എപ്പോഴാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒഫൻസ് റോബറി ആയിട്ട് മാറുന്നതും എന്നുള്ള 2 രീതിയിലാണ് ആക്ടിന്റെ കീഴിൽ റോബറിയെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതില് വെൻ തെഫ്റ്റ് ഈസ് റോബറി എന്നുള്ള ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ IPC സെക്ഷൻ 390 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ theft is robbery if in order to the committing of theft or in committing the theft or in carrying away or attempting to carrying away property obtained by the theft, the offender for that end voluntarily causes or attempts to cause to any person death or hurt or wrongful restraint or fear of instant death or of instant hurt or of instant wrongful restraint എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പം തെഫ്റ്റിന്റെ അടുത്ത അഗ്രവേറ്റഡ് ഫോം ആയിട്ട് ഈ രീതിയിൽ റോബറിയിലേക്ക് മാറുമ്പോൾ ആ റോബറിയിലും ഇതേ എലമെന്റ്സ് തന്നെയാണ്. നമ്മൾ ഇവിടെ പ്രിപ്പറേഷൻ എന്തിനു വേണ്ടി നടത്തുന്നോ അത് കമ്മിറ്റഡ് ആകുന്ന ഒരു സ്റ്റേജിനെ പറ്റിയിട്ടാണ് അവിടെ വെൻ തെഫ്റ്റ് ഈസ് റോബറി എന്നുള്ളതിന്റെ അണ്ടറിൽ സെക്ഷൻ 390 ഡീലിംഗ് വിത്ത് റോബറി അണ്ടർ ദി IPCയിൽ പറഞ്ഞിട്ടുള്ളത്. IPC പറയാൻ കാരണം മഹാദിയോ തൂക്കാറാം വേഴ്സസ് ക്രൗണില് സെക്ഷൻ 390 392 വെച്ചിട്ടാണ് ഡിസ്കഷൻ നടന്നത്, 382 വെച്ചിട്ടാണ് ഡിസ്കഷൻ നടന്നത്. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇഫ് ഹേർട്ട് ഈസ് ആക്ച്വലി കോസ്റ്റ്, അപ്പം അങ്ങനെ നടത്തുന്ന പ്രിപ്പറേഷൻ ആക്ച്വലി കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒഫൻസിന്റെ നേച്ചറെ മാറിപ്പോകും. ദി ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ആൻഡ് ഇൻ ദ കേസ് ഓഫ് റോബറി ഇസ് ദാറ്റ് some injury is actually inflicted in the case of robbery, while under this section all preparations made for effecting his escape after committing such theft or to retain the property stolen is sufficient. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ 307ന്റെ കീഴിൽ ശിക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ പഴയ IPC സെക്ഷൻ 382ന്റെ കീഴിൽ ശിക്ഷിക്കപ്പെടാൻ മിയർ പ്രിപ്പറേഷൻ മാത്രം സഫീഷ്യന്റ് ആണ്. അതേസമയം നമ്മൾ ഈ തൂക്കാറാം വേഴ്സസ് ക്രൗൺ എന്ന് പറയുന്ന മഹാദിയോ തൂക്കാറാം വേഴ്സസ് ക്രൗൺ എന്ന് പറയുന്ന കേസിൽ എക്സ്പ്രസ് ആയിട്ട് കോടതി എടുത്തു പറഞ്ഞ പോലെ തന്നെ അതിന്റെ വിധി പ്രസ്താവനയിൽ അല്ലെങ്കിൽ എന്താ പറയണ്ടേ സെക്ഷൻ 390 ഡീലിംഗ് വിത്ത് റോബറി അണ്ടർ IPC നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ പ്രിപ്പറേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രിപ്പറേഷൻ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അത് റോബറി ആയിട്ട് മാറും. സോ ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് ഗുണം ചെയ്യും. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ച 4 സെക്ഷനുകളെ പറ്റി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒഫൻസ് ഓഫ് തെഫ്റ്റ് എന്താണെന്നുള്ളത് വിശദമായിട്ട് പഠിച്ചിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പൊസഷനിൽ ഇരിക്കുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടിയെ അയാളുടെ സമ്മതമോ അനുവാദമോ കൂടാതെ തനിക്ക് അന്യായമായ ഒരു ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് അന്യായമായ ഒരു നഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി അതിനെ ഒന്ന് എടുക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് ചലിപ്പിക്കുന്ന ആ പ്രവൃത്തിയെയാണ് നമ്മൾ മോഷണം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായി. മോഷണം എന്ന് പറയുമ്പോൾ എല്ലാ മോഷണങ്ങളും ഒരേ ഗൗരവമുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലായി. മോഷണം എവിടെ വെച്ച് നടക്കുന്നു അല്ലെങ്കിൽ ആര് നടത്തുന്നു, എന്ത് തരം തയ്യാറെടുപ്പുകളോട് കൂടിയാണ് മോഷണം നടത്തുന്നത് എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ആ രീതിയിൽ മാറുന്നതായിട്ടും അതിനടിസ്ഥാനമാക്കി അതിനുള്ള ശിക്ഷാ നടപടികൾ നിയമം അനുശാസിക്കുന്നതായിട്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. അതിൽ നമ്മൾ ആദ്യം ഡീല് ചെയ്തത് സെക്ഷൻ 304 ആണ്. സെക്ഷൻ 304 റിലേറ്റിംഗ് ടു സ്നാച്ചിങ്. ഇന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ന്യൂലി ഇൻക്ലൂഡഡ് സെക്ഷൻ ആണ്. അപ്പോൾ സ്നാച്ചിങ് അഥവാ പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ തട്ടിപ്പറിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ദേഹത്ത് നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്നോ പെട്ടെന്നോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ ഒരു വസ്തു മറ്റൊരു വ്യക്തി പിടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അപ് ടു 3 years ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫൈൻ. അതുപോലെ ഇതൊരു കൊഗ്നിസിബിൾ ആയ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ ഡീൽ ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 305 ആണ്, തെഫ്റ്റ് ഇൻ എ ഡ്വെല്ലിംഗ് ഹൗസ്. അപ്പൊ അതിലും നമ്മൾ ആ വ്യത്യാസം പറഞ്ഞിരുന്നു. പഴയ IPC സെക്ഷനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ B മുതൽ E വരെയുള്ള പുതിയ ക്ലോസുകൾ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈ സെക്ഷന്റെ സ്കോപ്പ് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വരുന്നത് അപ് ടു 7 years ആണ്, ഇംപ്രിസൺമെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആണ്, അതിനോടൊപ്പം തന്നെ ഫൈനും ഉണ്ട്. ഇതും നമ്മൾ സ്നാച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കൊഗ്നിസബിളും നോൺ ബെയിലബിളും ആണ്, ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ് ആണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കിയത് തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സെർവന്റ് ആണ്. അത് പഴയ IPC സെക്ഷനുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു എന്താ പറയണ്ടേ എക്സാക്ട്ലി അതുപോലെ തന്നെ റീറ്റൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണ്.
അപ് ടു 7 years ആണ് ഇതിന്റെ പണിഷ്മെന്റ് വരുന്നത്. ഇംപ്രിസൺമെന്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് സച്ച് പേഴ്സൺ ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ ആണ്. നേരത്തെ കണ്ട 2 കേസുകളിലെ പോലെയും കോഗ്നിസബിളും നോൺ ബെയിലബിളും ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റുമാണ്. അവസാനം കണ്ടതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും അഗ്രവേറ്റഡ് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് theft after preparation made for causing death, hurt or restraint in order to committing of such theft under section 307. അതിന്റെ പണിഷ്മെന്റ് വരുന്നത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. അപ് ടു 10 years വരെയാണ്. കോഗ്നിസബിളും നോൺ ബെയിലബിളും ആണ് മറ്റ് കേസുകളിലെ പോലെ തന്നെ. പക്ഷേ ട്രയബിൾ ബൈ എ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട്. സോ ഈ 4 ഒഫൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോ ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നന്ദി.